വനിതാ തിയേറ്ററിൽ അല്പം എക്സ്പോസ് ചെയ്ത ഡ്രസ് ഇട്ട് വെറുതെ സിനിമ കാണാൻ വന്നാൽ മതിയെങ്കിൽ കോളേജിൽ നിന്ന് ഒരു പെണ്ണ് അവള് പിറ്റെന്ന് വയറില്ല. മൂന്നാമത്തെ ദിവസം അവൾ ഉദ്ഘാടനത്തിന് പോയി തുടങ്ങും. 3-4 ക്യാമറയൊക്കെ വെച്ച് ഇങ്ങനെയാണല്ലോ ഇപ്പൊ. എന്റെ കൂടെ വന്ന ആക്ട്രസ് കുട്ടി പടി ഇറങ്ങുവാണ്. അപ്പൊ ഈ ഇവിടെ നിൽക്കുന്ന ഒരു പയ്യൻ പറയണടാ ബാക്കിടറാ. അപ്പൊ ഞാൻ ഇവനിങ്ങനെ തട്ടി. നല്ല മാധ്യമധർമ്മോടാ, വല്ലപ്പോഴും ആമ്പിള്ളേരുടെ വീഡിയോ കൂടെ എടുക്കണടാ. കോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ജേർണലിസം പഠിച്ച് മീഡിയ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും ഇല്ലേ? അവരും മീഡിയ ആണ്, ഈ മൊബൈലില് വീഡിയോ എടുക്കുന്ന ഇവരും മീഡിയ ആണ്. കൊറോണ കാരണം വീട്ടിലെല്ലാവരും ഇരുന്നല്ല. ആ സമയത്ത് നടന്ന ഗ്രൂപ്പ് വീഡിയോ കോളുകൾ എപ്പോഴും ഉണ്ടല്ലോ, അതിൽ നിന്നാണ് പ്രീമിയർ പെഗ്മിൻ ഉണ്ടാവുന്നത്. അപ്പൊ കൂട്ടത്തില് കാണാനും ഒക്കെ കുഞ്ഞ് ഞാനാണ്. അവര് എന്നെ കുട്ടിയകിലെന്ന് വിളിക്കാന്ന്. കൊച്ചകില് അത് വലിയകിലല്ല, വേറെ പേരുണ്ട്, ഞാൻ പറയില്ല. ഹായ് നമസ്കാരം, കുട്ടിയകിലാണ്. ഇന്നത്തെ പ്രൈം പോഡ്കാസ്റ്റിൽ പ്രിയപ്പെട്ട പ്രശാന്ത് ഏട്ടനോടൊപ്പം ഞാനും ഉണ്ടാവും. എല്ലാരും കാണണേ. നമസ്കാരം ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ട് പോകുന്നു. ഇത് ഞാൻ എപ്പോഴും കാണും പോഡ്കാസ്റ്റിംഗ് ആണല്ലേ. കാര്യം ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് അറിയാവുന്നവരായതുകൊണ്ടും അവര് പറയുന്ന കഥകൾ നമ്മളുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സാഹചര്യങ്ങളിൽ നടന്നതും ഒക്കെ ആയതുകൊണ്ട് കാണാനൊരു രസമൊക്കെ ഉണ്ട് അല്ലെ. പിന്നെ അറിയാത്ത കുറെ കാര്യങ്ങൾ, കുറെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വന്നിരുന്നിട്ട് പഴയ നമ്മുടെ മിമിക്രിയുടെ കഥകളും കാര്യങ്ങളും പറയുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. നമുക്ക് കുറെ അറിയാത്ത കാര്യങ്ങൾ കിട്ടും. അതെ. ഞാൻ തന്നെ ഈ മനോജ് ഗിന്നസണ്ണനെ കാണുമ്പോഴൊക്കെ ഞാൻ നമ്മുടെ പ്രൊഫസർ എന്ന് വിളിക്കുന്നത്. പ്രൊഫസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി ഹേസ്റ്റിലെ പ്രൊഫസറിലെ അത് വെച്ചിട്ട് ഞാൻ വിളിക്കണം. അത് വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? പുള്ളിയെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ പഴയ കാര്യങ്ങൾ ചോദിക്കും. പഴയ കൊച്ചിൻ ഗിന്നസ്, അവരുടെ പ്രോഗ്രാം കാര്യങ്ങൾ. അപ്പം മനോജണ്ണ ഇരുന്നു, ഞാൻ മനോജണ്ണനും കൂടി സി കേരളത്തിലൊരു ഷോയിൽ ഒരുമിച്ചുണ്ടായിരുന്നു, റോക്കാൻ തുടങ്ങുന്നത്. ആ സമയത്ത് മനോജണ്ണ രാത്രി നമ്മളെല്ലാം റൂമിലിരിക്കുന്ന സമയത്ത് മനോജണ്ണെ ഉല്ലാസണ്ണെ ഞാൻ വിളിച്ചിരുത്തി പഴയ കാര്യങ്ങൾ ചോദിക്കും. നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ മനോജണ്ണൻ ഇരുന്ന് പഴയ ചരിത്രങ്ങളൊക്കെ പറയും, കുറെ പറഞ്ഞു തരും. ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനി അടുത്ത് BEd ആയിട്ട് കിട്ടാറില്ല പുള്ളിയെ. അടുത്ത് കിട്ടുമ്പോൾ കുറെ കൂടെ കേൾക്കണം. അപ്പൊ ഇനിയും ഒരുമിച്ചുള്ള പരിപാടികൾ ഉണ്ടാവട്ടെ അല്ലേ. ഒരുപാട് അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾക്ക് കേൾക്കേണ്ടത് കുട്ടി അഖിലിന്റെ അനുഭവങ്ങളാണ്. കാരണം ഒരുപാട് ചിരി ഉണർത്തുന്ന അനുഭവ കഥകളൊക്കെ നമ്മൾ സാധാരണ കുടുംബമൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഏരിയയിൽ ഇപ്പൊ നോബി, നിങ്ങൾ അഖിൽ കവലയൂർ, ഇങ്ങനെ ഒരു ഗ്യാങ്, അസീസ്, അപ്പൊ നിങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട്, പ്രീമിയർ പത്മിനിയുടെ ഒക്കെ ഗ്യാങ്. അപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ പല കഥകളിലും കുട്ടിയകില് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കുട്ടിയകിലിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അല്ല, ആ ഗ്യാങ് ഭയങ്കര പ്രീഷ്യസ് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി. അപ്പൊ അതാണ് ആ ഗ്യാങ്. അത് യാദൃച്ഛികമായി ഉണ്ടായതല്ല, ഓൾറെഡി ആ ഗ്യാങ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കൊറോണ കുറെ പേർക്ക് വിഷമം ഉണ്ടാക്കിയപ്പോ, പക്ഷെ നമുക്ക് കുറച്ച് സന്തോഷം തന്നു കൊറോണ. ആ കൊറോണ കാരണം വീട്ടിലെല്ലാവരും ഇരുന്നല്ല. ആ സമയത്ത് നടന്ന ഗ്രൂപ്പ് വീഡിയോ കോളുകൾ എപ്പോഴും ഉണ്ടല്ലോ, അതിൽ നിന്നാണ് പ്രീമിയർ പെഗ്മിൻ ഉണ്ടാവുന്നത്. അതായത് പ്രീമിയർ പെഗ്മിൻ നേരത്തെ ഉണ്ട്, പക്ഷെ ലോക്ക്ഡൌൺ സമയത്ത് കുറെ വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ആശയം ഉണ്ടാകുന്നത് അതിലാണ്. നമ്മളെല്ലാരും വീട്ടിലല്ലേ, എന്തെങ്കിലും ചെയ്യണ്ടേ. അങ്ങനെ തുടങ്ങിയതാണ് പ്രീമിയർ പെഗ്മിന്റെ ലോക്ക്ഡൌൺ സീരീസ്. അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തു. ശരി. അപ്പൊ ഇതിനൊക്കെ മുൻപേ തന്നെ മിമിക്രിയിൽ പതുക്കെ ട്രൂപ്പുകളിലൊക്കെ നേരത്തെ ഉണ്ട് അല്ലെ. അന്നൊക്കെ വളരെ എന്താ പറയാ, ചെറിയൊരു പയ്യൻ, ഇപ്പോഴും ചെറിയ പയ്യനാണ് ഞാൻ പറയുന്നത്, അന്ന് അതിനേക്കാൾ കുറെ കൂടി ചെറുപ്പം. അപ്പൊ അന്ന് നിങ്ങൾ ഈ കുട്ടി അഖിൽ എന്നുള്ള പേര് വരാൻ കാരണം ഈ വലിയ അഖിൽ ഉള്ളത് കൊണ്ടാണോ? അല്ല, അത് ഞാൻ കോളേജിൽ പോകുമ്പോ, അതായത് ഇപ്പോ അണ്ണൻ കോളേജിൽ പോകുമ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന പേര് ഒരുപാട് പേർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഇതാണ്. ഞങ്ങളുടെ ഒരു ഇതിലോട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഇടുന്ന പേരാണ് വിഷ്ണു, അഖിൽ, അമല്, അങ്ങനെ കുറെ പേരുണ്ടല്ലോ, അനീഷ്, ഇപ്പൊ അഭിനവ്. അപ്പൊ അങ്ങനെ കോളേജ് ചെല്ലുന്ന സമയത്ത് ഈ അഖിൽ ഒരുപാടായി. അപ്പൊ കൂട്ടത്തില് കാണാനും ഒക്കെ കുഞ്ഞ് ഞാനാണ്. അപ്പൊ സീനിയർ ചേട്ടന്മാര് തിരിച്ചറിയണമല്ലോ, യൂണിയൻ യൂണിറ്റ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, കോളേജ് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവര് എന്നെ കുട്ടി അഖിലെന്ന് വിളിക്കാൻ തുടങ്ങി. ശരി. അപ്പൊ അത് വിളിച്ച് പിന്നെ ഈ അഖിൽ എന്നുള്ള പേരങ്ങ് പോയി. കുട്ടിന്ന് മാത്രമായി കോളേജിൽ കുട്ടി എന്നാണ് വിളിച്ചതല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് മിമിക്രിയിലൊക്കെ വന്ന് ട്രൂപ്പിലൊക്കെ വന്നു തുടങ്ങിയപ്പോ അഖിൽ കവലയൂരും ഉണ്ട്, ഞാനും ഉണ്ട്. ആദ്യത്തെ എന്റെ പേര് അഖിൽ നെടുമങ്ങാടെന്നായിരുന്നു. അപ്പൊ എല്ലാവരും എന്നെ അഖിൽ നെടുമങ്ങാടെന്ന് വിളിക്കുന്നില്ല, എന്നെ വിളിക്കുന്നത് കൊച്ചകില് അത് വലിയകിലല്ല, വേറെ പേരുണ്ട്, ഞാൻ പറയില്ല. വലിയകിൽ കൊച്ചകിൽ പറയാൻ പറ്റില്ല, സെൻസിറ്റീവ് പേരാണ്. അങ്ങനെ കൊച്ചകില് വലിയകിലെന്ന് വിളിച്ച് ഈ കൊച്ച് വീണ്ടും കറങ്ങി തിരിഞ്ഞ് കുട്ടിയായി. കുറെ പേര് കൊച്ചെന്ന് വിളിക്കും, കുറെ പേര് കുട്ടിയെന്ന് വിളിക്കും. അപ്പൊ വീണ്ടും എന്റെ പേര് കുട്ടിയിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്നത് ഞാനായിട്ട് കൊണ്ടുവന്നല്ല, സ്വാഭാവികമായിട്ട് വന്നു. പിന്നെ ഞാൻ ഒഫീഷ്യലി
എന്റെ FB ഇൻസ്റ്റ എല്ലാം കുട്ടിയകിൽ നിന്ന് ആക്കി. ഈ ബിഗ് ബോസിലൊക്കെ വരുമ്പോ കുട്ടി അഖിൽ അങ്ങനെയാണ് അല്ലേ? ഈ അവിടെ അവർ തിരിച്ചാ വിളിച്ചു അഖിൽ കുട്ടി. അഖിൽ കുട്ടി. ഓക്കെ. ഈ ട്രൂപ്പിൽ വരുന്ന ആ ഒരു സാഹചര്യം എങ്ങനെയാണ് മിമിക്രി ട്രൂപ്പിലേക്ക്? എനിക്ക് സ്കിറ്റ് കളിക്കാൻ പറ്റുമെന്ന് തോന്നിയത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സ്മൈൽ പ്ലീസ് എന്ന പരിപാടിയില്ലേ, അപ്പൊ അതില് കണ്ടസ്റ്റന്റ് ആയിരുന്ന എന്റെ അതേ പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, അഖിൽ ഭദ്രൻ എന്ന് പറഞ്ഞു. ഫീൽഡിലൊക്കെ അഖിൽ ചെമ്പഴന്തി എന്നാണ് അറിയപ്പെട്ടത്. അവനാണെന്ന് കോളേജിൽ സെലിബ്രിറ്റി. ഞാൻ ആദ്യമായിട്ട് കമ്പനി ആകുന്ന സെലിബ്രിറ്റി അവൻ എന്റെ കൂടെ പഠിക്കണം. അപ്പൊ അവനുമായിട്ട് വരുമ്പോൾ അവൻ ഇങ്ങനെ നമ്മുടെ ആനിവേഴ്സറി പരിപാടികൾ, കോളേജ് ഡേ പരിപാടിക്കൊക്കെ അവന് സ്കിറ്റ് കളിക്കണമല്ലോ. അപ്പൊ സപ്പോർട്ട് ഒരാൾ വേണം. അപ്പൊ ഇവൻ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു അവന് സപ്പോർട്ട് കളിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ സ്കിറ്റ് കളിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അവൻ്റെ കൂടെ സ്കിറ്റ് കളിച്ചിട്ട് അവൻ പറഞ്ഞു, അവനന്ന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ട്രൂപ്പിലും ഒക്കെ പൊക്കോണ്ടിരിക്കുന്ന സമയം. അപ്പൊ എനിക്കിതൊന്നും അറിയില്ല. ഞാൻ നേരെ അവന്റെ കൂടെ സ്കിറ്റ് കളിക്കുമ്പോൾ ചോടാ നിനക്ക് സ്കിറ്റ് കളിക്കാൻ പറ്റും കേട്ടാ, ഞാൻ എന്തെങ്കിലും ചെറിയ പരിപാടി കൊണ്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. അന്ന് അവൻ ചാനലിലൊക്കെ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് അവൻ സൂയിസൈഡ് ചെയ്തു. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സൂയിസൈഡ് ചെയ്തു. എനിക്കിപ്പോഴും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇപ്പൊ ചിലപ്പോൾ അവൻ ആഗ്രഹിച്ച കുറെ സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ എനിക്ക് ഇങ്ങനെ ആവണം, TV-യിൽ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്ന കുറച്ച് ആഗ്രഹങ്ങളുണ്ടാവും. അവൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലാണ് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു മാർച്ച് 12 അവൻ മരിക്കുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും ഇപ്പൊ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് കിട്ടുമ്പോഴൊക്കെ ഞാൻ ബേസിക്കലി ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമ്മളെ ഒരു അദൃശ്യമായ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവണം. അവൻ എത്തപ്പെടാൻ പറ്റാതെ പോയ സ്ഥലങ്ങളിൽ നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ ആഗ്രഹമാണ് എന്റെ കെന്നിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഈ ടൈം വരെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവനാണ് ആദ്യമായിട്ട് എന്നെ സ്കിറ്റ് കളിക്കാൻ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ട്രൂപ്പിൽ ആദ്യം വരുന്ന ഡാൻസറായിട്ടാണ്. ആണോ? ശരി. നമ്മൾ തിരുവനന്തപുരത്തൊരു കുഞ്ഞു ട്രൂപ്പ്. അപ്പൊ അതില് എന്റെ കൂടെ ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പോളിടെക്നിക് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ മിമിക്രി ഇതുണ്ടെന്ന് എന്റെ കൂടെ ഉള്ള സുഹൃത്തുക്കൾക്ക് അറിയാം. കുറച്ചുപേർ വർക്ക് ചെയ്യുന്നുണ്ട് കൂടെ. അപ്പൊ അവര് ഒരാൾ പറഞ്ഞിട്ടാ നമ്മളൊരു ചേട്ടൻ സാഗറെന്ന് നമ്മൾ വർക്ക് ചെയ്ത കൂടെയുള്ള ചേട്ടൻ, അത് അരുൺ, അതായത് ഇപ്പൊ സീരിയലിലും നമ്മളിവിടെ കോമഡി സ്റ്റാർസിലൊക്കെ ഉണ്ട് അരുൺ ചേട്ടൻ, നല്ല തടിച്ചിട്ടുള്ള. മനസ്സിലായി. അപ്പം അരുൺ ചേട്ടനൊക്കെ ഈ സാഗരന്റെ ചേട്ടനാണ്. അപ്പൊ പുള്ളി ഒരു ട്രൂപ്പ് ഇങ്ങനെ പരിപാടി ചെയ്യുന്നു. അപ്പൊ നിന്റെ കാര്യം പറയട്ടെ, ഞാൻ പറയുന്നു പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റിലേക്കുള്ള ജനറേഷൻ ചിലപ്പോൾ നമ്മുടെ ആയിരിക്കും, എന്റെ ഇതായിരിക്കും. നമ്മൾ ഈ ട്രൂപ്പില് ഫോട്ടോ വന്ന് ഷോക്കാർഡിൽ ഫോട്ടോ വരിക, അതൊക്കെ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പൊ നമ്മളോട് അത് കഴിഞ്ഞു. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതൊന്നും അങ്ങനെ കാര്യങ്ങളില്ല. അന്ന് അങ്ങനെ ഞാൻ ട്രൂപ്പിൽ ചെല്ലുമ്പോൾ അവർക്കൊരു ഡാൻസറിനെ വേണ്ടത്, എന്നാൽ ഞാൻ മിമിക്രിയും ചെയ്യും. അങ്ങനെ 3 ഡാൻസും സിംഗിളാ. അന്ന് മൈക്കിൾ ജാക്സന്റെ 8 മിനിറ്റ് പരിപാടി ഇല്ലേ, ഫുള്ള് ഞാൻ ചെയ്യുമായിരുന്നു. മൂൺ വാക്കൊക്കെ എല്ലാം ചെയ്യും. അടിപൊളി. അപ്പൊ അതൊക്കെ പഠിച്ച് അത് ഒരു എൻട്രി, പിന്നെ ഒരു ഡപ്പാങ്കൂത്ത് ഡാൻസ് ഒരു എൻട്രി, പിന്നെ അവരൊരു ഡ്രാമ മിമിക്സ് ഡ്രാമയില് ഒരു വേഷം. ശരി. ഇത്രയാണ് ഞാൻ ആദ്യം ചെയ്തത്. 2 in 1 ഡാൻസർ വിത്ത് മിമിക്രി ആർട്ടിസ്റ്റ്. അത് കഴിഞ്ഞ് അടുത്ത വർഷം ആ ട്രൂപ്പിൽ വന്നപ്പോ ഞാൻ സ്കിറ്റ് കളിക്കാൻ, എനിക്ക് സ്കിറ്റ് ലൈവ് ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് നോക്കടാ എന്ന് പറഞ്ഞിട്ട് അവര് റിഹേഴ്സൽ ചെയ്യിപ്പിച്ചു. അപ്പൊ ഓക്കെ, അങ്ങനെ പിറ്റേ വർഷം മുതൽ സ്കിറ്റ് കളിച്ചു തുടങ്ങി. അത് കഴിഞ്ഞാണ് ടിവിയിലേക്ക് കോമഡി സ്റ്റാർസിലേക്കൊക്കെ. കോമഡി എക്സ്പ്രസിൽ വരുന്നു, പിന്നെ കോമഡി സ്റ്റാർസിൽ അല്ലേ? പിന്നെ നിങ്ങൾ അവിടെ ഒരു ഗ്യാങ് സെറ്റപ്പ് ചെയ്തു. ഈ പറഞ്ഞ പോലെ നോബി, അഖില്, അസീസ്, പിന്നെ നിങ്ങൾ ആ ഒരു തിരുവനന്തപുരം ബെൽറ്റ് അല്ലെ, ഞാന് അഖില് എല്ലാം ഒരു ബെൽറ്റ്. അപ്പൊ അങ്ങനെയാണ് വീണ്ടും പിന്നെ ബിഗ് ബോസിലെത്തി. ആ ബിഗ് ബോസിലേക്ക് വരാനുള്ള സാഹചര്യം എന്താ? ഞാൻ ഈ ബിഗ് ബോസിന്റെ ഞാൻ സ്ഥിരം വ്യൂറാ. ഞാൻ എല്ലാ സീസണും കണ്ടിട്ടുള്ള ആളാണ്, എന്റെ സീസൺ ഒഴികെ. എന്റെ സീസൺ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ബാക്കി എല്ലാ സീസണും ഞാൻ കണ്ടു. അപ്പൊ അതില് നോബി അണ്ണനാണ് എനിക്ക് തൊട്ട് മുമ്പത്തെ സീസണിലേക്ക് പോയത്. അപ്പൊ നോബി അണ്ണന്റെ പുറത്തെ അത് മീൻസ് എല്ലാരും പറയുന്ന നമ്മളൊരു കാശ് കൊടുത്തുള്ള PR അല്ല, നമ്മളൊരു ജെനുവിൻ ഒരു സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാനായിരുന്നു. ശരി. നോബിയുടെ അകത്തുള്ളപ്പോ, അതായത് ഇവരെ ഡീഗ്രേഡിങ് വരും, ഇവർക്കെതിരെ ഇത് വരും ഒക്കെ വരുമ്പോ നമ്മളിരുന്ന് നമ്മുടേതായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നതിന്റെ തൊട്ടടുത്ത വർഷമാണ് എനിക്ക് കോള് വരുന്നത്. അപ്പൊ ഞാന് നോബിയണ്ണോടും അല്ല അന്ന് പോയ ആൾക്കാരോടൊക്കെ ചോദിക്കണമല്ലോ. അപ്പൊ നോബിയണ്ണോട് ചേട്ടൻ എന്നെ ഇങ്ങനെ വിളിച്ചു, എന്താണ് പോട്ടെ ഞാൻ. അപ്പൊ എന്നെ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ, നിന്റെ യഥാർത്ഥ സ്വഭാവം അവിടെ കാണിക്കരുത്. നമുക്ക് കുറെ ഉപദേശമൊക്കെ തന്ന് എന്നെ ബിഗ് ബോസിൽ. എത്രയൊക്കെ മറച്ചു വെച്ചാൽ ഉള്ളിലുള്ള ഫ്രാഡുകൾ തള്ളി എന്ന് പറഞ്ഞ പോലെ നമ്മള് ബിഗ് ബോസിൽ ചെന്നാൽ നമ്മുടെ റിയാലിറ്റി പുറത്തു വരും. പിന്നെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് മോശം റിയാലിറ്റി ഉള്ളവർക്കേ പ്രശ്നമുള്ളൂ. അതെ, നമ്മളപ്പോ ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല, നമുക്കൊന്നും കുഴപ്പമില്ല, നമ്മള് നല്ല ആൾക്കാർ. അതെ. എന്നിട്ട് അന്ന് ഈ ബിഗ് ബോസിൽ നോബി പാർട്ടിസിപ്പന്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഒരു മാലയുടെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ.
അയ്യോ അത് ഗംഭീരതയാണ്. എന്താണത്? അതായത് ചെന്നൈയിലാണ് നോബിയുടെ ബിഗ് ബോസ് സീസൺ. അപ്പോ എല്ലാവരും പോയി ഇവിടെ ഫ്ലൈറ്റിൽ ചെന്നൈക്ക്. അന്ന് കോവിഡ് ആയതുകൊണ്ട്, കോവിഡിന്റെ ഒരു ടൈം ആയതുകൊണ്ട് ഒരാഴ്ച മുമ്പേ ക്വാറന്റൈൻ ഉണ്ട് കണ്ടസ്റ്റൻസിന്. അപ്പൊ എല്ലാവരും ഒരാഴ്ച മുമ്പ് അവിടെ എത്തണം. ഓക്കെ. നോബിയണ്ണനും അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തും നോബിയണ്ണൻ പറഞ്ഞു അന്ന് പുതിയ കാർ എടുത്ത സമയം നോബിയണ്ണൻ. അപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എന്തോന്ന് നമുക്ക് ബൈ ഡ്രൈവ് പോയാലോ ചെന്നൈ റോഡ്. അപ്പൊ ബൈ റോഡ് കൊള്ളാം, ഒരു യാത്രയാവും. അതെന്തായാലും അണ്ണൻ ഇനി അകത്ത് കയറി കുറെ ദിവസം പുറം ലോകം കാണില്ല, അപ്പൊ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തപ്പോ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മള് ബൈ റോഡ് ചെന്നൈക്ക് പോയി. ചെന്നൈ പോയിട്ട് നേരെ കൊണ്ടാക്കാൻ തിരിച്ചു വരെ എത്രയേ ഉള്ളൂ പ്ലാൻ. അവിടെ ചെന്നപ്പോ നോബിയുണ്ട് വീണ്ടും ഒരു കാരണം കട്ടാവില്ലേ, നമ്മൾ തിരിച്ചു വരുന്നതുകൊണ്ട് നമുക്ക് ഇന്ന് കയറണ്ട നാളെ കയറാം ക്വാറന്റൈൻ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു, അപ്പാർട്ട്മെന്റ് എടുത്ത് ഞങ്ങൾ ചെന്നൈയിൽ ഒരു ദിവസം എൻജോയ് ചെയ്തു. അത് 2 ദിവസമായി 3 ദിവസമായി, ബാക്കി എല്ലാവരും അവിടെ എത്തി. നോബിയണ്ണ എത്തിയില്ല. എന്നിട്ട് അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ നോബിയണ്ണ ഇരുന്ന് പറയുന്നുണ്ട് തിരിച്ചു പോയാലോ. ഞാൻ പറയാ തിരിച്ചു പോകാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ദിവസം രാത്രി ഒരു പാർട്ടിക്കൊക്കെ പോയിട്ട് ഒരു വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോ നേരെ റൂമിൽ വന്നു. അപ്പൊ ഒരു റൂമിൽ നോബിയണ്ണൻ, ഒരു റൂമിൽ അനൂപേട്ടൻ, ഇപ്പുറത്തെ റൂമിൽ ഞാനും സലീം മേലിക്കലും. അപ്പൊ ഞങ്ങള് ഇവിടെ കയറി. അപ്പം ഒരു അപ്പാർട്ട്മെന്റ് ഇല്ലേ, ചുമ്മാ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 3 റൂം. അപ്പൊ ഞാൻ ലോക്ക് ചെയ്യില്ല. അപ്പൊ ഞാൻ ഈ കിടക്കുന്ന സമയത്ത് എനിക്ക് നല്ല താടിയുണ്ട്, ഇത്രയും താടിയുണ്ട്. അപ്പൊ ഈ സ്വർണ്ണമാല കിടന്ന് കഴിഞ്ഞ് ഇതിൽ കുരുങ്ങും. അതുകൊണ്ട് രാത്രിയായപ്പോ ഇതെല്ലാം ഊരി ഞാൻ കിടക്കുന്നതിന്റെ അവിടെ വെച്ചിട്ട് കിടന്നു തുടങ്ങി. വെളുപ്പിന് 3 മണിക്കാണ് കിടന്നു. രാവിലെ ഒരു 7-8 മണി ഞങ്ങൾ എണീറ്റപ്പോ എന്റെ മാലയില്ല അവിടെ. സംഭവം മാല കാണുന്നു, മാല എവിടെ പോയി? അപ്പൊ നോബിയാണ് ചിട്ടാ ഇന്നലെ നീ പറ, ഇന്നലെ രാത്രി നമ്മൾ പാർട്ടിക്ക് പോയെടുത്ത് നീ ആരെയും കഴുത്തിൽ വല്ല ഇട്ട് കൊടുത്താ? നീ പറ. ഇല്ല, ഞാൻ ആർക്കും ഇട്ട് കൊടുത്തില്ല. അങ്ങനെ CCTV ചെക്ക് ചെയ്തു. CCTV ചെക്ക് ചെയ്തപ്പോൾ രാവിലെ 6:30 മണിക്ക് ഒരു അമ്മുമ്മ മാസ്ക് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട്. കയറിയിട്ട് നേരെ വന്ന് നോബിയുടെ എന്റെ റൂം തള്ളിയപ്പോ ഒരു പെട്ടി അവിടെ ഇരുന്നുകൊണ്ട് തുറന്നില്ല, അങ്ങ് പോയില്ല. അപ്പുറത്ത് റൂം ലോക്കായിരുന്നു. പിന്നെ വന്ന് നമ്മുടെ റൂം തൊട്ടതൊക്കെ തുറന്നു. കയറുന്നു, എടുക്കുന്നു, പോകുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് അവിടെ ഇരുന്നു. പക്ഷെ ഇത് ചെന്നൈ പോലും വലിയൊരു നഗരത്തില് ഒരു 2.5 പവന്റെ മാലയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഈ അമ്മൂമ്മ എവിടെ കണ്ടുപിടിക്കും? ആരെന്ന് പറയും? അന്ന് നോബിയണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പേടിക്കണ്ടാ, നീ എന്നെ കൊണ്ടാക്കാൻ വന്നിട്ടില്ലേ എന്റെ മാല പോയത്. ഞാൻ ബിഗ് ബോസിൽ ഫസ്റ്റ് മേടിച്ച ഈ 2.5 പവന്റെ മാല ഞാൻ തിരിച്ച് മേടിച്ച് നിനക്ക് കിട്ടിയത്. നോബിയണ്ണൻ അന്ന് ഉറപ്പായിരുന്നു നോബിയണ്ണൻ അതിൽ ഫസ്റ്റ് കിട്ടൂല. അതുകൊണ്ടാണ് അന്ന് ആ മാല മേടിച്ച് തരാന്ന് പറഞ്ഞ് അന്ന് ഫസ്റ്റ് അടിച്ചില്ല. എനിക്ക് മാലയും കിട്ടിയില്ല. എത്രാം സ്ഥാനം കിട്ടി നോബിക്ക്? നോബിയണ്ണന് 8ാം സ്ഥാനം കിട്ടി. 8ാം സ്ഥാനം കിട്ടി. പിന്നെ ഫൈനലിൽ 8 വരെ ഉണ്ടായിരുന്നുള്ളൂ. 8ാം സ്ഥാനം. അത് രാത്രി വിളിച്ചിട്ട്, ഫിനാലിരുന്ന് രാത്രി വിളിച്ചിട്ട് എടാ ഫൈനൽ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞു, എനിക്ക് 8ാം സ്ഥാനം. ഞാൻ പറഞ്ഞ 8 പേരിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേറെ സംഭവം ഉണ്ട്. എന്തത്? അവർക്ക് തെറ്റിയതായിരുന്നത്. താഴെ നിന്ന് മുകളിലോട്ട് എണ്ണിയിരുന്നെങ്കിൽ പുള്ളിക്കായിരുന്നു ഫസ്റ്റ് എന്ന്. ഇതുപോലെ നിങ്ങളുടെ ഗ്യാങ്ങുകളിൽ പ്രത്യേകിച്ച് അസീസ്, ഇങ്ങനെ നോബി, തങ്കച്ചൻ, അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ കൂടി ചേരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്രകളിലും ഒക്കെ ഒരുപാട് മറ്റ് ചില ഇവരുമായി ബന്ധപ്പെട്ട ചില തമാശ കഥകൾ, ഇവരെ ട്രോളാൻ പറ്റിയ ചില ഇൻസിഡൻസ് ഒക്കെ കിട്ടുമല്ലോ. ട്രോളാൻ പറ്റിയത് കുറെ കഥകളുണ്ട്, അത് പറയാൻ പറ്റില്ല, അതിൽ പ്രശ്നം. എന്ത് പറഞ്ഞാലും കേൾക്കാനാണ് കഥകൾ. അങ്ങനെ യാത്ര പോയ കഥകൾ കുറെ ഉണ്ട്. പിന്നെ അതിലൊക്കെ പ്രീമിയർ ബെഡ്മിയിൽ ഏറ്റവും ഹിറ്റായ സാധനമില്ലേ, അതായത് പച്ചഗുളിക. അത് റിയൽ സംഭവം കേട്ടാ. ആണോ? അത് റിയൽ ഇൻസിഡന്റ് ആണ്. ഓ അത് ശരി. അതെന്താണ്? അതായത് ഇതില് സലീം മേലിക്കലില്ലേ, ഡോക്ടർ സലീം മേലിക്കൽ, പുള്ളി യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ ഉള്ള ആളാണ് സലീം. ഓക്കെ. ഇതില് നമ്മുടെ ഡയറക്ടർ അനൂപേട്ടൻ. അപ്പം നെടുമങ്ങാട് വെഞ്ഞാറമൂട് ഒരു 8-9 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഈ ദൂരം സഞ്ചരിച്ച് കോവിഡ് സമയത്ത് വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ആവശ്യം കാണിക്കും, നമ്മൾ പേപ്പറിൽ എഴുതി സത്യവാങ്മൂലം കോവിഡിന്റെ സമയത്ത്. അങ്ങനെ അപ്പൊ വെഞ്ഞാറമൂടേക്ക് വരാൻ വേണ്ടി അനൂപേട്ടൻ ഇറങ്ങി. ഈ സലീം മേലിക്കൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഗോകുലത്തിൽ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, കാണാൻ പോകുന്നത് പറഞ്ഞു. അപ്പൊ അനൂപേട്ടൻ ചോദിച്ചു, ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ പേര് വേണ്ടേ? നീ എന്റെ പേര് ഏതാഴാ? ഡോക്ടർ സലീം മേലിക്കൽ. എന്നിട്ട് എന്റെ ഫോൺ നമ്പർ വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം. പുള്ളി അതുപോലെ എഴുതി, ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഡോക്ടർ സലീം മേലക്കൽ, ഫോൺ നമ്പർ. പോലീസ് വണ്ടി വഴി കൈയാണിച്ച് നിർത്തി. എവിടെ പോകുന്നു? ഗോകുലം മെഡിക്കൽ കോളേജിൽ. എന്തിനു വന്നു? ഡോക്ടർ അപ്പോയിന്റ്മെന്റ്, ഞാൻ എനിക്ക് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റാ. അവിടെ ഡോക്ടർ നമ്പർ എവിടെ? ഇതാ ഡോക്ടർ നമ്പർ. എടുത്തു വെച്ച് വിളിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു അവിടുന്ന് 2-3 മരുന്നിന്റെ പേര് പറയാൻ പറഞ്ഞിട്ട്. ഡോക്ടർ സലീം മേലക്കല്ലേ? ഡോക്ടർ സലീം മേലക്കൽ. അതെ, 2 മരുന്നിന്റെ പേര് പാരസെറ്റമോൾ. അത് 2 നാവി പിടിക്കുന്ന പച്ചഗുളി. അതിനെ നമ്മള് വലിച്ച് കഥ ഉണ്ടാക്കിയത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. ഇപ്പൊ സിനിമകളിൽ സജീവമായി.
ഏതൊക്കെ സിനിമകളിൽ ഇതുവരെ അഭിനയിച്ചു? സിനിമകൾ ഇപ്പൊ അവസാനം ഇറങ്ങിയത് മന്ദാകിനി. അതിനുശേഷം ശ്രീനാഥ് ബാസി, ഭാവന, ഉർവശി ചേച്ചി അവരൊക്കെ ഉള്ള ഒരു പടം. അത് നമ്മുടെ ഫ്രണ്ട് ആണ് ഡയറക്ടർ, റൈറ്ററും ഫ്രണ്ടാണ്. ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ. റൈറ്റേഴ്സ് രണ്ടുപേരുണ്ട്, പോളും അർജുനും. അതിൽ അഭിനയിച്ചു. പിന്നെ അത് പടത്തിന് പേരിട്ടിട്ടില്ല. അതിന്റെ ബാക്കി പരിപാടിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിവിൻ പോളിയും നയൻതാരയും ഉള്ള ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമ ഇപ്പൊ ഷൂട്ട് നടക്കുന്നുണ്ട്. കുറച്ചുകൂടി എനിക്കിനി കുറച്ചേ ഉള്ളൂ ബാക്കി. അതിലൊരു 3-4 സീൻ വരുന്നൊരു ക്യാരക്ടർ. അത് ഭയങ്കര എനിക്ക് ഇതായിരുന്നു. കാരണം നയൻതാര എന്ന് പറഞ്ഞാൽ നമ്മള് കാണാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിവിൻ ചേട്ടൻ നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഫ്ലോറിലും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നയൻതാര ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അത് നേരിട്ട് കാണുക, അവരോട് അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു. എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ആക്ട്രസ് അല്ലേ. അപ്പൊ അത് അഭിനയിക്കാൻ പറ്റി നയൻതാര മാമിനൊപ്പം. പിന്നെ കിങ്സ്ലി തമിഴിലെ ജയിലറിലൊക്കെ ഉള്ള പുള്ളി, അവരുമായിട്ടായിരുന്നു കോമ്പിനേഷൻ സീൻ. നയൻതാര, നിവിൻ ചേട്ടൻ, കിങ്സ്ലി. എന്റെ കോമ്പിനേഷൻ സീൻ ഫുൾ അവര്. മൾട്ടി ലാംഗ്വേജ് സിനിമയാണല്ലേ? 2 ലാംഗ്വേജിൽ ഉണ്ടെന്നാണ് എന്റെ ഒരു ഇത്. 2-3 ഞാൻ അങ്ങനെ കേട്ടത്. അങ്ങനെ ഇച്ചിരി വലിയ പരിപാടിയാണ്. അതെ അറിയാം. കാരണം നിവിൻ പോളിയുടെ പ്രൊഡക്ഷൻ. അതെ അതെ അതെ. ഇനി കുറച്ച് ഷൂട്ട് ബാക്കിയുണ്ട്. പിന്നെ ശുക്രൻ എന്ന് പറഞ്ഞിട്ട് ബിബിൻ ചേട്ടനും ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ബിബിൻ ചേട്ടൻ, അസീസ് അണ്ണനുണ്ട്, പിന്നെ നമ്മുടെ നസീർക്കുണ്ട്, കോട്ടയം നസീർക്കുണ്ട്. അങ്ങനെ കുറെ നമ്മുടെ കുറെ ആൾക്കാരുള്ള കൂടെ. റൈറ്ററും നമ്മുടെ ഫ്രണ്ടാണ്, രാഹുൽ ഏട്ടൻ. അപ്പോ അത് ഇപ്പൊ നടക്കുന്നു. പിന്നെ വേറെ 1-2 പരിപാടി ഇങ്ങനെ. ഈ സിനിമാ രംഗത്തേക്ക് ചെന്നപ്പോ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് വിശദീകരിക്കുക. മീൻസ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനകത്ത് നല്ലതുണ്ടോ ചീത്തയുണ്ടാവും. പണ്ട് ഞാൻ എവിടെ കാസ്റ്റിംഗ് കോൾ എന്തായാലും വിളിക്കും. കാസ്റ്റിംഗ് കോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് സിനിമ എന്നുള്ള സംഭവത്തിൽ ഞാൻ ചെല്ലുന്നത് ഏടിയായിട്ടാ. ആണോ? ഏത് സിനിമയിൽ? ഡയറക്ടർ. പടത്തിന് പേരൊന്നും ഒന്നും ഇട്ടിട്ടില്ല, അവിടെ ഇറങ്ങിയിട്ടുമില്ല. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആ സിനിമയിൽ. ശരി. അത് ചെങ്ങന്നൂരായിരുന്നു ഷൂട്ട്. പിന്നെ അതിന്റെ പ്രൊഡ്യൂസറൊക്കെ നമുക്ക് പൊളിറ്റിക്സിൽ ഇപ്പം സജീവമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവന്റെ പേരൊന്നും ഞാൻ പറയില്ല. അവരാ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അവിടെ എനിക്ക് സത്യത്തെ അവസരം ചോദിച്ചു പോയതാ അഭിനയിക്കാൻ. അപ്പൊ അതിൽ അങ്ങനെ വലിയ ക്യാരക്ടറും പരിപാടി ഒന്നുമില്ല. അപ്പൊ ഏടിയായിട്ട് കൂടെ നിന്നോളാൻ പറഞ്ഞു. ഞാൻ കോസ്റ്റ്യൂം കണ്ടിന്യൂ നോക്കുന്ന ഏടിയായിട്ട് നിന്നു. അപ്പൊ അതില് ഒരു ചീത്ത വിളി കേട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് അതെന്താന്നും അറിയില്ല. എല്ലാം പുതിയ അനുഭവമായോണ്ടേ ചീത്തവിളിയും കുറെ കിട്ടിയിട്ടുണ്ട്. അത് കുറച്ചു ദിവസം ഷൂട്ട് നടന്നോളൂ. അത് കഴിഞ്ഞ് പടം പിന്നെ ബാക്കി ആയില്ല, പടം ഇറങ്ങിയിട്ടില്ല. അപ്പൊ അന്ന് അങ്ങനെ വരുമ്പോ അതില് ഒരു സീൻ, അതിലൊരു 2 ഡയലോഗ് ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പോഴും ഞാൻ സുരാജേട്ടനോട് അത് പലവട്ടം പറയണമെന്ന് വെച്ചാൽ എപ്പോഴും വിട്ടുപോകും. ഞാൻ മലയാള സിനിമയിൽ ആദ്യമായിട്ട് കൂടെ അഭിനയിക്കുന്നത് സുരാജേട്ടൻ്റെ കൂടെ. പക്ഷെ സുരാജേട്ടനോട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല കണ്ടപ്പോഴൊന്നും. ഞാൻ പലപ്പോഴും വിചാരിച്ചു അയ്യോ അത് പറഞ്ഞില്ലല്ലോ. അതായത് ഡയലോഗ് ഇത്രേ ഉള്ളൂ എന്റെ ഡയലോഗ് അതില്. അതായത് ഞാൻ ഒരു വാലന്റൈൻസ് ഡേ സീനാണ്. ഞാനൊരു പൂ വെച്ചുകൊണ്ടിരിക്കും, സുരാജണ്ണൻ വരും, എന്നിട്ട് എന്താ പൂ വെച്ചോണ്ടിരിക്കുന്നത് പോയി എന്ന് വാലന്റൈൻസ് ഡേ അല്ലേ. അതുകൊണ്ട് വാലന്റൈൻസ് ഡേക്ക് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പൂ കൊണ്ട് കൊടുത്താൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഒരു രീതി. ഇഷ്ടമുള്ള ആൾക്കാർക്ക് പൂ കൊണ്ട് കൊടുത്താൽ മതിയോ? കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇരുന്ന് പൂ മേടിച്ചോണ്ട് സുരാജണ്ണൻ പോവും. എന്നിട്ട് ആരെയും നോക്കും. എന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടിട്ട് പൂവെടുത്തെറിയും. അത് വീഴുന്ന കുളപ്പുള്ളി ലീല ചേച്ചിയുടെ തലയിലാണ്. ഇതാണ് സീക്വൻസ്. ഓക്കെ. അപ്പൊ അന്ന് ഈ ഡയലോഗ് സുരാജേട്ടൻ്റെ കൂടെ ഞാൻ അന്ന് അഭിനയിച്ചു. ഒറ്റയ്ക്കെങ്കിലും ഞാൻ ഓക്കെ ആക്കി. സുരാജൻ കൊള്ളാറുണ്ടെന്ന് എവിടെ വീടൊക്കെ ചോദിച്ചു. അന്നാ ഞാൻ പരിചയപ്പെടുന്നത്. ചേട്ടാ ഞാൻ നെടുമങ്ങാടാണ് എന്നും പറഞ്ഞ് സംസാരിച്ച് അങ്ങ് പോയി. അതാണ് അത് ഇറങ്ങിയിട്ടില്ല. അതിനു മുമ്പ് മിമിക്രിയിൽ പരിചയങ്ങളൊന്നും ഇല്ല അല്ലെ സുരാജിന്റെ? ആ സമയത്ത് നിങ്ങൾ വരുമ്പോ സുരാജേട്ടൻ ഓൾറെഡി സിനിമയില്. അതിനൊക്കെ ശേഷം ഞാൻ മിമിക്രിയിൽ ഒക്കെ വരുന്നത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടിവിയിലും ഒക്കെ വരുന്നത് പിന്നെയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ട്രൂപ്പിലേക്ക് വരുന്നത്, മിമിക്രിയിലൊക്കെ സജീവമാകുന്നത്. അതെ അതെ. അത് ശരി. എല്ലാരും മിമിക്രിയിൽ നിന്നാണ് സിനിമയിലേക്ക് പോകുന്നത്. ഇത് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് മിമിക്രിയിലേക്ക് വരുന്നത് അല്ലേ? അതിന് അല്ല, ഇത് അന്ന് പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് അന്ന് സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല. പിന്നെ നമുക്കൊന്നും അറിയില്ല. പിന്നെ ചിത്രം പുറത്തിറങ്ങിയതുമില്ല, ഇറങ്ങിയില്ല. അപ്പൊ ഞാനിത് ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈം പറയുന്നത് ഈ കാര്യം. ശരി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ബിഗ് ബോസിലെ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ ഒരു പ്ലാറ്റ്ഫോം, അവിടുത്തെ രീതികൾ, അങ്ങനെ അതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആണോ? അല്ലെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ മാനസികമായി ഒക്കെ ഒരുപാട് ബാധിക്കും? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്തെന്ന് പറയാ, ഈ ലക്ഷറി ഗ്യാസ് സിലിണ്ടർ എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയാം. അതായത് നമ്മൾ പ്രഷറിലായിരിക്കും എപ്പോഴും. അതായത് നമ്മളിപ്പോ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ഇതെന്താണ്, നമുക്ക് TV കാണാം, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നാൽ കൂട്ടുകാരെ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ പുറത്തിറങ്ങി നിൽക്കാം, അല്ലെങ്കിൽ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്യാം.
അതെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സ്ട്രെസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ടൈമില്ല, ടി വി ഇല്ല, കൂട്ടുകാരില്ല. അതിനകത്തുള്ളതാണ് നമ്മുടെ കൂട്ടുകാർ. നമുക്ക് എവിടെ നോക്കിയാലും അവരെ കാണാൻ പറ്റൂ, അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. ഇത് അമ്മാര് പ്രഷറിലായിരിക്കും. ഇത് എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ എനിക്കൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു അതിനകത്ത്. അപ്പൊ ഓരോ ടൈമിനും ഇപ്പൊ ടാസ്ക് തരും, ഇത് തരും, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അകത്ത് പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ പോയവർക്ക് മാത്രം, ബിഗ് ബോസിൽ പോയവർക്ക് മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. ഇത്രയും ദിവസം മൊബൈൽ ഇല്ലാതെ, ടൈം ഇല്ലാതെ, പുറത്ത് നമ്മുടെ വീട്ടുകാരെ പോലും ഇല്ല ഇല്ല, സമയം എന്താന്ന് പോലും അറിയാൻ പറ്റില്ല, അറിയില്ല. ഈ നമ്മൾ വിശക്കുമ്പോ ഭക്ഷണം കഴിക്കും, ഭക്ഷണം അത് കറക്റ്റ് ടൈമിന് കഴിക്കണം. അവര് അവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിച്ചോളണം. പിന്നെ അത് നമ്മുടെ വീട്ടിലെ പോലെ എനിക്കടുത്ത് മാറ്റി വെച്ചാൽ പിന്നെ ഒന്നും കഴിക്കാൻ പരിപാടിയൊന്നുമില്ല. അവര് പാട്ടിടുമ്പോ അപ്പൊ എണീക്കണം. അവര് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഉറങ്ങണോ വേണ്ടത് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ പാട്ടിടുമ്പോൾ എണീക്കണം. പിന്നെ ഉച്ചക്ക് വീടിനകത്ത് ഉറങ്ങാൻ പറ്റില്ല. ഉച്ചക്ക് കിടന്ന് ഉറങ്ങിയപ്പോ കോഴി പോവും, ആ പോയിന്റ് പോവും. ആണല്ലേ? ഞാൻ 3-4 വട്ടം കിടന്നുറങ്ങി പോയിന്റ് കളഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പോയിന്റ്സ് ഉണ്ട്. ലക്ഷറി പോയിന്റ്സ് ഒന്നും ഈ സാധനം ഉണ്ടല്ലോ. അതിനാണ് നമ്മുടെ ഫുഡ് വരുന്നത്. ആഴ്ചയിൽ ഈ പോയിന്റ് വെച്ചിട്ടേ നമുക്ക് ഫുഡ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. അതിപ്പോ ഓരോരുത്തരും ഉറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ 10 പോയിന്റ് 5 പോയിന്റ് കട്ട് ചെയ്യും. അതിന്റെ തെറി നമ്മൾ തന്നെ കേൾക്കണം ഇവരുടെ എല്ലാവരുടെയും വായിന്ന്. ഒരു മുട്ട ചിലപ്പം എന്റെ 5 പോയിന്റ് ആയിരിക്കും ഒരു മുട്ട കുറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മാനസികമായി നമ്മളെ ഒരുപാട് തളർത്തും അല്ലേ ശരിക്കും, അതോ എൻകറേജ് ചെയ്യും? എനിക്കൊന്ന് മെന്റൽ പവർ അവിടെ നിന്ന് ഇറങ്ങിയ കൂടും. അവിടുന്ന് ഇറങ്ങിയ മെന്റൽ പവർ കൂടും. അതിനകത്ത് ചിലപ്പോൾ നമ്മൾ തളർന്നു പോകും പെട്ടെന്ന്. ചെറിയ കാര്യങ്ങൾ നമുക്ക് വിഷമം വരാം, ഹോം സിക്നെസ് ഒക്കെ അനുഭവപ്പെടും. ഉറപ്പായിട്ടുമില്ലേ? ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പോയി. ആണല്ലേ? പിന്നെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് വീട്ടുകാരെന്ത് ചെയ്യായിരിക്കും, അച്ഛൻ എന്ത് ചെയ്യായിരിക്കും. അങ്ങനെ ചിന്തിക്കാനുള്ള സമയം കിട്ടുമോ? അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സമയം കിട്ടും. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. പിന്നെ ഈ മിമിക്രിയുടെ യാത്രകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിരി ഉണർത്തുന്ന എന്തെങ്കിലും ഓർമ്മകളോ? ആദ്യമായിട്ട് ട്രൂപ്പിലുള്ള സമയത്ത് കൊല്ലത്ത് എവിടെയാണ്, സ്ഥലം കറക്റ്റ് കിട്ടുന്നില്ല, കൊല്ലത്ത് അത് എവിടെയാണ് ആദ്യമായിട്ട് ട്രൂപ്പിൽ വന്ന വർഷം. അപ്പൊ അന്ന് പ്രൊജക്ടറൊക്കെ വെച്ചിട്ടാണല്ലോ അപ്പോഴും മിമിക്രി അങ്ങനെ ആയല്ലോ മിമിക്രി. അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് എവിടെ പരിപാടിക്ക് പോയിട്ട് പരിപാടിക്ക് തൊട്ടു മുന്നേ പ്രൊജക്ടർ അങ്ങോ കംപ്ലൈന്റ് ആയി. പ്രൊജക്ടർ കംപ്ലൈന്റ് ആയി, ഇത് വർക്കാവൂല. ഇനി പ്രൊജക്ടർ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നാലേ പരിപാടി നടക്കുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് പോയി എടുത്തിട്ട് വരാൻ സമയമില്ല. അങ്ങനെ പരിപാടി അവസാനം കമ്മിറ്റിക്കാർ ഇവരങ്ങ് ഗേറ്റ് പൂട്ടി ഇനി പുറത്തു പോകാൻ പറ്റില്ല, ആരെയും പുറത്തു വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? നാളെ നിങ്ങൾ പരിപാടി പ്രൊജക്ടർ കൊണ്ടുവന്ന് നാളെ പരിപാടി കളിച്ചിട്ട് പോയാൽ മതി, പിറ്റേ ദിവസം. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേട്ടൻ പ്രൊജക്ടർ എടുക്കാൻ പോയി. ഞങ്ങളെല്ലാം ലോക്ക് അവിടെ ആയി. അപ്പൊ ഞാനന്ന് കുഞ്ഞാണ്. അപ്പൊ അവിടെയുള്ള പയ്യന്മാരൊക്കെ രാത്രിയോട് നിൽപ്പുണ്ട് ക്ലബില്. ഞാൻ ഒരുവട്ടെ കമ്പനി, എനിക്കിതിന്റെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ പ്രശ്നമോ ഇവരഭിനയിക്കുന്ന ടെൻഷനോ ഒന്നും എനിക്കില്ല. കാര്യം ഞാൻ ട്രൂപ്പിൽ വന്നത് എനിക്കിതെല്ലാം പുതിയ കാഴ്ചകളാണല്ല. ഞാൻ ഒരുവട്ടൊക്കെ സംസാരിച്ചിരുന്നു, കമ്പനിയായി. രാത്രിയൊക്കെ ഇവരോട് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. രാത്രി ഫുള്ള് ഇവിടുത്തെ പയ്യന്മാരോട്ടെ കാര്യം സ്റ്റേജിലൊക്കെ കിടക്കണം. എല്ലാവരും കമ്പനിയായി. പിറ്റേ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം പരിപാടി ഉള്ളൂ. രാവിലെ തൊട്ട് ഞാൻ ഉമ്മാരോട് പോയി ക്രിക്കറ്റ് കളിച്ചു. വൈകുന്നേരം വരെ ക്രിക്കറ്റ് കളി, അവിടെ പോയി കുളിച്ച് കുളത്തില് ഇവിടുത്തെ പയ്യന്മാരെല്ലാവരും. ഞാൻ നാട്ടിൽ ഒരുത്തനായിരുന്നു ഒരു 6-7 മണിക്കൂറുണ്ട്. ഞാൻ അവരോട് കമ്പനിയല്ല, ബാക്കി ഇവിടെ എല്ലാം മുട്ട പറ്റും. ആ ടെൻഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ഇവരോട് ക്രിക്കറ്റ് ഒക്കെ കളിച്ച് ഇവര് ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, എവിടെ? ഞാൻ പയ്യന്മാരായിട്ട് കളിച്ചോണ്ടെങ്കിൽ വരാം. എന്റെ വീടിനടുത്ത പരിപാടി പോലെ. ഞാൻ എന്റെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ എമാരെല്ലാം ഞാൻ തന്നെ റെഡിയായി വന്നിട്ട് സ്റ്റേജിൽ നിന്ന് ഇത് കാണിക്കും, പ്രൊജക്ടറിൽ ട്രൂപ്പിലുള്ള ആൾക്കാരുടെ ഫോട്ടോ കാണിക്കും. എന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പേപ്പറൊക്കെ കീറിയെറിയുന്നു. ഭയങ്കര കൈയടി. കാര്യം ഞാൻ ആ നാട്ടിൽ ഒമേറെ കൂട്ടുകാരനായി ക്രിക്കറ്റ് കളിച്ച് അവരോട് കുളത്തിൽ ചാടി അവരിൽ ഒരാളായി മാറി. അത് അപ്പോ ബാക്കിയുള്ളൊരു ഇരുന്ന് പറയില്ലേ, ബാക്കി ഇത്രയും പേര് ടെൻഷൻ അടിച്ച് ഇവിടെ ഇരുന്നപ്പോ നീ അവരുടെ കൂടെ കൂട്ടും കൂടി. പക്ഷെ അത് ഗുണം ചെയ്തു. ഇത്രയും പിള്ളേര് നമുക്ക് സപ്പോർട്ട്. പിറ്റേന്ന് നല്ല രീതിയിൽ പരിപാടി ചെയ്തു, അടിപൊളിയായിട്ട് പോയി. അത് ഭയങ്കര അനുഭവമായിരുന്നു എന്റെ. ഈ കുറെ പേരൊക്കെ ഇരുന്ന് ഈ പിടിച്ചു കെട്ടി വെച്ച കാര്യങ്ങൾ പറയില്ലേ പഴയ. എനിക്ക് ചിരിയായത്. നമ്മളൊക്കെ ഈ ലോക്ക്ഡൌൺ പണ്ടും അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള പൊതുജനങ്ങള് ഈ കോവിഡ് ഒക്കെ വന്ന സമയത്താണ്. നമ്മള് പണ്ടേ ലോക്ക്ഡൌൺ ആയിട്ടുണ്ട്. നമ്മൾക്ക് ഈ പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് നമ്മളെ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി വരും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും നമ്മൾ എപ്പോഴും കാണുന്നത് ഈ വനിതാ തിയേറ്ററിൽ നല്ല ഇച്ചിരി സൗന്ദര്യമുള്ള പിള്ളേരും പെൺപിള്ളേര് സിനിമ കാണാൻ പോകുന്നു, അവരിറങ്ങി വരുന്നു, അവർ കയറി പോകുന്നു. പിന്നെ കുറെ പേര് വൈറലാകാൻ വേണ്ടിയിട്ട് അവിടെ വേഷം കെട്ടി വരുന്നു. ഇതിലെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, വനിതാ തിയേറ്ററിൽ ഓരോ ആഴ്ചയും ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങാറുണ്ട്. ഈ സിനിമകളിലൊക്കെ ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിക്കാറുണ്ട്. പക്ഷെ ഈ ഓൺലൈൻ മീഡിയാസ് ഇപ്പൊ ഇവരുടെയൊക്കെ വീഡിയോ എടുക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ മാധ്യമധർമ്മം, അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ വനിതാ തിയേറ്ററിൽ അല്പം എക്സ്പോസ് ചെയ്ത ഡ്രസ് ഇട്ട്
ഇച്ചിരി കാണാൻ കൊള്ളാവുന്ന മീൻ ഞാൻ സൗന്ദര്യം ഒരിക്കലും ഇതൊരു ബോഡി ഷെയ്മിങ് കളർ അങ്ങനത്തെ പരിപാടി അങ്ങനത്തെ ആ ഉദ്ദേശത്തിലല്ല ഞാൻ പറയുന്നത്. അതായത് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സും ചെയ്ത് ഒരു പെൺകുട്ടി ചെന്നാൽ അവൾ പിറ്റെന്ന് വൈറലാവും. അവൾ പിറ്റെന്ന് വൈറലാവും. കാര്യം ഈ മീഡിയാസ് അവളുടെ പുറയിലെത്തും. ഏത് സിനിമ കാണാൻ വന്നു, ഈ സിനിമയിലുണ്ടോ, സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ, ഈ ഡ്രസ്സിന്റെ ഇതെത്രയാ, ഇത് അവർ കറക്റ്റ് പോയി ചോദിക്കും ഇല്ലേ? അത് ചോദിച്ചോട്ടെ, അതിനുവേണ്ടി മാത്രം അത് ചോദിച്ച ആൾക്കാരുണ്ട്, അവരെടുത്തോട്ടെ. ഇതിന്റെ കൂട്ടത്തില് ആ സിനിമകളിലൊക്കെ അഭിനയിച്ച പയ്യന്മാരുണ്ടാവും. ചിലപ്പോൾ അവർ ഒന്നോ രണ്ടോ സീനിൽ അതിൽ അഭിനയിച്ചിട്ടുണ്ടാവും. ആ സിനിമ ഹിറ്റും ആവില്ലായിരിക്കും. ഈ ചിലപ്പോൾ OTT-യിലും വരില്ല. ആകെ അവർ ഈ സിനിമയിൽ അഭിനയിച്ചു എന്നറിയിക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ മീഡിയാസിൽ ഈ കാര്യം ഉമാരെല്ലാം മീഡിയാസിലെല്ലാം കയറി സിനിമ കാണുമല്ലോ. കാണുമ്പോ ഈ പയ്യന്മാർ ആരെങ്കിലും ഇതിൽ അഭിനയിച്ചത് ഇവര് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു പയ്യന്റെ അടുത്ത് പോയിട്ട് ഒന്ന് ചോദിക്കാത്ത എന്താ, ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ലേ, നല്ല ക്യാരക്ടർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അവന്റെ നാട്ടിലോ അവന്റെ വീട്ടിലോ മീഡിയാസ് നോക്കുമ്പോഴത്തേക്ക് എന്റെ മോനും സിനിമയിൽ ലഭിച്ചു. കാര്യം ഈ സിനിമ അവർക്ക് അന്നത്തെ ദിവസം ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് പോയി പടം. അങ്ങനത്തെ ഇഷ്ടംപോലെ പടങ്ങളുണ്ടല്ലോ, ഇഷ്ടംപോലെ. ഇത് OTT-യിലും വരില്ല. ഒരു വർഷത്തിൽ ഇറങ്ങുന്നത് 100 പടമാണെങ്കിൽ അതിലൊരു 90 പടവും ഇങ്ങനെ പോകുന്ന പടങ്ങൾ, 10 പടങ്ങൾ മാത്രമേ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ. ഇവരാരും അങ്ങനെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഒരു ആൺകുട്ടിയെ, ഒരു പയ്യനെ, പുതിയ പയ്യനെ, ഒരാളെ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് തന്നെ നോക്കിയാൽ തന്നെ അറിയാലോ നമുക്ക്. അതെ, കയറി ഒന്ന് ഇവരെന്താ ചോദിക്കാത്തത്? ഇവരാരും ചോദിക്കില്ല. എന്നാ സിനിമയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വെറുതെ സിനിമ കാണാൻ വന്നാൽ മതി. എങ്കിൽ കോളേജിൽ നിന്ന് ഒരു പെണ്ണ്, അവള് പിറ്റെന്ന് വയറില്ല, 3-ാമത്തെ ദിവസം അവൾ ഉദ്ഘാടനത്തിന് പോയി തുടങ്ങും. അതാണ് അവിടെ നടക്കുന്നത്. അതുപോലെ ഞാനൊരു എന്റെ കൂടെ കുറച്ച് 2-3 പെൺകുട്ടികളുണ്ട്. ഒരു ഇനാഗുറേഷൻ പോയി തിരുവനന്തപുരത്ത്. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എത്തുന്നത്. ഇവര് താഴെ ക്യാമറ വെച്ച് കുറെ പേര് മറ്റേ 3-4 ക്യാമറയൊക്കെ വെച്ച് ഇങ്ങനെയാണല്ലോ ഇപ്പൊ, 4 ക്യാമറ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവരോട് വെയിറ്റ് ചെയ്യുന്നപ്പെട്ടു. അപ്പൊ എന്റെ കാർ വന്നു. ഇവർ പ്രതീക്ഷിച്ചത് ആക്ച്വലി എന്നെ അല്ല, വേറൊരു ആക്ട്രസ് ഉണ്ട്, അവരെയാ പ്രതീക്ഷിച്ചത്. അപ്പൊ അവളെ പ്രതീക്ഷ നിൽക്കുന്നുണ്ട്. അവളാണ് കരുതിയിട്ട് ചാടി എല്ലാം എണീറ്റ്. അപ്പം വലത് കാലി വെച്ച് മറ്റേ പടത്തില് മോഹൻലാൽ ജോഷി ചതിച്ചാശാരം വന്നിറങ്ങില്ലേ, അതുപോലെ ഇറങ്ങിയത് ഞാനാ. ഏത് ഇവനായിരുന്നു എന്ന് പറഞ്ഞ് ഇവരങ്ങ് ഇരുന്ന്. അപ്പൊ ഞാൻ വിസിബിളി കണ്ടു, ഇവര് പറഞ്ഞതുണ്ട്. ഞാൻ ഇറങ്ങി നടന്നു വന്നിട്ട് ഇവരെ ഇരുന്നിട്ട് ചേട്ടാ, ഞാൻ പറഞ്ഞടാ എന്നൊന്ന് വല്ലപ്പോഴും ആമ്പിള്ളേരുടെ വീഡിയോ കൂടെ എടുക്കുന്നടാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കയറിപ്പോയി. അവിടെ ഇനാഗുറേഷൻ ഇതൊക്കെ നടക്കുന്നുണ്ട്, പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ നിന്നു. അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി. താഴോട്ട് ഇറങ്ങാൻ നേരെ വാഷ്റൂം പോയി. വാഷ്റൂമിൽ തിരിച്ചു വരുമ്പോ ഈ കാക്കക്കൂട്ടം പോകുമ്പോൾ ഇങ്ങനെ പോവാണ് ഇവന്മാര്. ഞാൻ അപ്പം കുറെ പേരുണ്ട്. ഇങ്ങനെ പോകുമ്പോ ഇത് എന്താ സംഭവം നോക്കുമ്പോ എന്റെ കൂടെ വന്ന ആക്ട്രസ് കുട്ടി പടി ഇറങ്ങുവാണ് താഴേക്ക്. അവളെ ബാക്കിന്നേ ഫോളോ ചെയ്താ പോണത്. എന്നിട്ട് അപ്പൊ ഞാൻ നിൽക്കുന്ന ഇവരാരും കണ്ടിട്ടില്ല. ഞാൻ ഇവരുടെ പുറകില്ല, മീഡിയയുടെ പുറകിലൂടെ ഞാൻ നടന്നിറങ്ങി പോണം. അപ്പൊ ഈ ഇവിടെ നിൽക്കുന്ന ഒരു പയ്യൻ പറയണ ബാക്കിടറാ എന്ന് ഇതിലൊരു പയ്യൻ പറയുവാണ്. അപ്പൊ ഞാൻ നമുക്ക് പരിചയമുള്ള കുട്ടിയല്ലേ അത്. ഞാൻ ബാക്കിടറാന്ന്. അപ്പൊ ഞാൻ ഇവനിങ്ങനെ തട്ടി, നല്ല മാധ്യമധർമ്മോടാ. അപ്പൊ ഇവനങ്ങ് പെട്ടെന്ന് ഇതിപ്പോ ഇനിയിപ്പോ ഞാനിത് പറയുമ്പോ ഇത് എയറിൽ വരുമ്പോ ചിലപ്പം ഇതിന്റെ താഴെ എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് കമന്റ് വരുമായിരിക്കും. എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാനിത് ലൈവ് കണ്ടാളാം. ഞാൻ ചോദിക്കുന്നത് ഈ ബാക്ക് എടുത്തത്, ഇപ്പം ഈ പറയുന്ന ഈ ബാക്ക് എടുക്കുന്നത് ഇപ്പം ഈ ഇടയ്ക്ക് ആരോ പോസ്റ്റ് ഇട്ടിരുന്നു, ഇവരാണ് ഞങ്ങൾ ഇനാഗുറേഷൻ വരുമ്പോ ഇങ്ങനെ കൊണ്ട് ക്യാമറ വെക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇത് വന്നില്ലേ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇവരുടെ കുടുംബത്തിൽ നിന്നൊരു ആക്ട്രസോ ഉണ്ടെന്ന് വിചാരിക്കുക, അവരുടെ ഫാമിലിയിൽ നിന്ന് അവരുടെ വീഡിയോ വേറെ ആൾക്കാർ എടുക്കുമ്പോൾ ഇവർക്ക് എന്തായിരിക്കും ഇവരുടെ ഒരു ഇമോഷൻ? പിന്നെ അല്ലേ, അവരെടുത്തോട്ടെ, വീഡിയോ എടുത്തോട്ടെ. ഇത് ഞാൻ ലൈവ് കേട്ടോണ്ടാ. അപ്പൊ ഇതുപോലെ ആയിരിക്കും ഇവർ മൈൻഡിൽ ചിന്തിച്ചെടുക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ പക്ഷെ കുറച്ച് കുറവുണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായതിനു ശേഷം. ഇപ്പൊ ഒരു ക്യാമറയുണ്ട്, ഒരു സോഷ്യൽ മീഡിയ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു കാലത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു സെൻസറിങ് അനിവാര്യമായി തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ. സത്യം ഇല്ലേ? ഇപ്പൊ ടിവിയിലുണ്ട്, സിനിമയിലുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന പ്ലാറ്റ്ഫോം അല്ലേ ഇത്. കുട്ടികളടക്കം ഇത് ആക്സസ് ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സെൻസറിങ് എനിക്ക് തോന്നുന്നു. ഞാൻ പ്രസ് ക്ലബ്ബിൽ പോയി ജേർണലിസം പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ അഡ്മിഷനും ചോദിച്ച ആളാണ്. ഞാൻ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം അഡ്വക്കേറ്റ് ആവാനായിരുന്നു എനിക്ക്. അപ്പോ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റിന്റെ ക്ലർക്കായി. ഞാൻ മഞ്ചൂര് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ക്ലർക്കായിരുന്നു ജില്ലാ കോർട്ടിൽ. അപ്പൊ എനിക്ക് അഡ്വക്കേറ്റ് ആവാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജേർണലിസം, മീഡിയ, പ്രസ് ക്ലബ്ബ് അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് പ്രസ് ക്ലബ്ബിൽ പോയി കോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ജേർണലിസം പഠിച്ച് മീഡിയ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും ഇല്ലേ? അവരും മീഡിയ ആണ്. ഈ മൊബൈലില് വീഡിയോ എടുക്കുന്ന ഇവരും മീഡിയ ആണ്. അപ്പൊ ഈ
ഇവരത് പഠിച്ചിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അതെ അതെ അതെ. അപ്പൊ എല്ലാരും ഇപ്പൊ മീഡിയ ആണ്. അതാണ് അതിന് ഏതാണ് ഇതിനകത്ത് ശരിയെന്നോ അല്ലെങ്കിൽ എവിടെയാണ് ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ധാർമ്മികമായിട്ടുള്ളൊരു കാര്യം നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഉറപ്പായിട്ടും. നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ അവരൊക്കെ അവര് വരുന്ന എന്തിനാ, അവർക്കിപ്പോ എന്തെങ്കിലും ഒരു ശ്രദ്ധ കിട്ടുക, അറ്റൻഷൻ കിട്ടുക, അതുവഴി സിനിമയൊക്കെ ഇറങ്ങി. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ഈ ഇടയ്ക്ക് കണ്ടത് കങ്കുവായൊക്കെ ഇറങ്ങിയപ്പോ ഒരു പയ്യൻ കങ്കുവയുടെ ലുക്കിൽ വന്നു, പുഷ്പ ഇറങ്ങിയ പുഷ്പയുടെ ലുക്കിൽ വന്നു. അപ്പൊ അവൻ ബേസിക്കലി പറയുന്നുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമാണ്, അപ്പൊ എനിക്ക് അതിന്റെ വഴികളൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരുന്നു. അപ്പൊ ഈ ശ്രദ്ധിക്കുക. അപ്പൊ അവർക്ക് അഭിനയിക്കാനാണ് ആഗ്രഹമെങ്കിൽ നാടകത്തിൽ പോയി അഭിനയിച്ചുകൂടെ? അപ്പൊ അതല്ല, ഇതുവഴി കിട്ടുന്ന പ്രശസ്തി, പണം, ലൈംലൈറ്റിൽ അല്ല, അവിടെയും ചേട്ടാ അവരെ കുറ്റം പറയുന്നില്ല. ഓക്കെ, അവന് വഴികളില്ല, അവൻ വന്ന് അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല. അവരെയൊക്കെ വീഡിയോ എടുത്തു വൈറലാക്കുന്നത് നല്ലത് തന്നെയാണ്. അവര് ചിലപ്പോൾ കണ്ട ആരെങ്കിലും സിനിമയിൽ വിളിക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ ഇവരെടുക്കുന്നത് വേറെ ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് ആണ് പ്രശ്നം. നമ്മുടെ ഇപ്പോൾ നടന്നു പോകുന്നു, ഇറങ്ങി വരുന്നത് അതൊന്നും പ്രശ്നമൊന്നുമില്ല, അതൊക്കെ എടുത്തോട്ടെ. പക്ഷെ എടുക്കുന്ന ആംഗിളുകളാണ് പ്രശ്നം. അപ്പം ആൺകുട്ടികളുടെ എവിടെ ഏത് ആംഗിൾ വെച്ചെന്ന് നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ പെൺകുട്ടികളുടെ അങ്ങനെയല്ല, അവര് വേറെ ആംഗിളിലെ ക്യാമറ വയ്ക്കൂ. അത് എനിക്കൊന്ന് ദുബായിലെ നിയമം വരണം. അതായത് നമ്മുടെ അനുവാദമില്ല നമ്മുടെ വീഡിയോ എടുത്താൽ ദുബായിലെ ഏറ്റവും വലിയ പ്രശ്നം. ദുബായിലെന്നല്ല, വിദേശ രാജ്യങ്ങളിൽ മിക്കയിടത്ത്, നമ്മുടെ ഇന്ത്യയിൽ ഒഴിച്ച് ബാക്കിയിടത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് വരണം. നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ വീഡിയോ എടുക്കരുത്. അതിപ്പോ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികൾ പലരും പ്രതികരിക്കാറില്ല. ഇപ്പൊ കുറെയൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, മര്യാദയ്ക്ക് എടുത്ത പ്രശ്നമില്ല. അതെ, ആംഗിളുകൾ മാറാതിരുന്നാൽ. അപ്പൊ ഇനി കുട്ടികളോ? നീ ഒരു കുട്ടി, നിനക്ക് ഒരു അനിയനില്ലേ? എനിക്ക് അല്ല, സത്യത്തിൽ 3 അനിയന്മാരാണ്. മാമിയുടെ മക്കൾ 2 പേരുണ്ട്, ഞങ്ങള് 4 പേരുണ്ട്. അച്ഛനമ്മ, പശുക്കുട്ടി, പട്ടിക്കുട്ടി, അഖിൽക്കുട്ടി. അവന്റെ പേരെന്താ? അനിയന്റെ അഖിൽ. ബ്ലോ ആയ. ഓ, അത് ശരി. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അവ അമ്പലത്തിലെ പൂജാരി. പറ്റിയ പണിയാ. ഒരു ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പോ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ചെന്ന ഇവന്റെ അനിയനോട് ഞാൻ ചോദിച്ചു, എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, ഞാൻ +2 തോറ്റിട്ട് നിൽക്കുന്നു. എന്ത് ചോദിച്ചു? +2 കഴിഞ്ഞിട്ട് നിൽക്കുന്നു. എന്ത്? അമ്പലത്തിൽ പൂജാരി. ഓക്കെ, അങ്ങനെ പോകുന്നു. പിന്നെ അച്ഛൻ അമ്മ. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് സിനിമകൾ തേടിയെത്തട്ടെ. താങ്ക് യു. നല്ല നല്ല വാർത്തകളുമായി വീണ്ടും വരാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ. ഒരുപാട് ഇത്രയും ദൂരം ഉണ്ടായിരുന്നല്ലേ? അപ്പൊ പ്രൈം പോഡ്കാസ്റ്റിൽ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് കുട്ടി അഖിലാണ്. ഒത്തിരി സന്തോഷത്തോടുകൂടി കുട്ടി അഖിൽ. ഇനി പ്രേക്ഷകരോട് വല്ലതും പറയാനുണ്ടോ? പ്രേക്ഷകരോട് അല്ല, ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സ്ഥിരം പറയുന്ന വാക്കൊക്കെ തന്നെയാണ്. ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക. അത്യാവശ്യം ഒരു വർഷം ഒരു 5 സിനിമയെങ്കിലും ഇറങ്ങുന്ന. 5 മതിയോ? അല്ല, ഞാൻ അത്യാവശ്യം പറഞ്ഞു. ആഗ്രഹം 50 ആണ്. അത്യാവശ്യം 5 ഒക്കെ ഇറങ്ങുന്ന ഒരു നടനാവുക. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലുമൊക്കെ എന്നെ ഉൾപ്പെടുത്തുക. ഞാൻ കാരണം കുറച്ചെങ്കിലും നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പിക്കൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നതാണ്. അതിനിയും തുടരുന്നതാണ്. ഞങ്ങൾ കോമഡി മാസ്റ്റേഴ്സിൽ ഞാൻ, നോബിച്ചേട്ടൻ, ഡയാന, ശ്രീവിദ്യ, എലീന, ശ്വേത ചേച്ചി ഇരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചളി പറയണം ഞാനാണ്, ഏറ്റവും കൂടുതൽ. പക്ഷെ എനിക്ക് തോന്നുന്നു അതും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. എനിക്കറിയാം നമ്മൾ പറയുന്ന എല്ലാം നല്ലതൊന്നും ആവില്ലല്ലോ. പക്ഷെ നിനക്ക് തന്നെ ബോധമുണ്ട് ഇതൊക്കെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇതിനിയും തുടരുന്നതായിരിക്കും. കീപ് സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ചവിട്ടിപ്പിട്ടി.